എക്സ്ക്ലൂസീവ് വീഡിയോസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വഴി കാണുന്ന വീഡിയോസ് ഇതിനൊക്കെ നിസ്സാരമായി കാണുന്നവരാണോ നിങ്ങൾ? അവരുടെ പണമല്ലേ, മറ്റവരുടെ ശരീരമല്ലേ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്കും കയറി വരാവുന്ന ഒരു വലിയ വിപത്തിന്റെ തുടക്കമാണിത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇത്തിരി ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാനാണ്. നമുക്കറിയാം, കുറച്ചു മുന്നേ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള സുധി ചേട്ടൻ്റെ വിധവ, അവര് സുധീൻ്റെ ആ ഒരു സിമ്പതി അതിലൂടെയൊക്കെ വളർന്നു വന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് അവരുടേതായുള്ള എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ രീതിയിലോട്ട് വന്നിട്ട് പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുറത്തു വരികയാണ് ഈ രേണു സുധിയുടെ വീഡിയോസ്. എക്സ്ക്ലൂസീവായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വഴി ഇവർ വിൽക്കുന്ന ഇവരുടെ വീഡിയോസ് പുറത്തു വരുന്നു. അതുവഴി അവർക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ ഇതാ ഈ റീസെൻ്റ്ലി ആയിട്ട് കൃഷ്ണകുമാർ സാറിൻ്റെ മകളുണ്ടല്ലോ, അൻസിക കൃഷ്ണേൻ്റെ ഒക്കെ വീഡിയോസും ഇതുപോലെ ഇങ്ങനെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ആ ഒരു ഹോൾ ഫാമിലിക്ക് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ഇതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാം, എടി കാണിക്കുന്നവർ കാണിച്ചോട്ടെ, അല്ലെങ്കിൽ കാണുന്നവർ കണ്ടോട്ടെ. കാണിക്കുന്നവരുടെ ശരീരം, കാണുന്നവരുടെ പണം, അവരുടെ സമയം, അതിൽ നമ്മൾ എന്ത് പറയാനാണ്? നമുക്ക് അതിഷ്ടമില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നാൽ പോരെയെന്ന്. അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നാണോ ഈ ഒരു വിഷയം നമ്മളെ സമൂഹത്തിൽ? അപ്പോൾ അതിൻ്റെ അടുക്ക് അവൾ കൂട്ടിച്ചേർത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയെങ്കിലും ഈ മലയാളികളുടെ ആ ഒരു കാമനോട്ടത്തിനൊക്കെ ഒരു കുറവുണ്ടെങ്കിലോ എന്ന്. കാരണം അവരാഗ്രഹിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ, അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ അവർ അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഈ സാധാരണ പെൺകുട്ടികൾക്കെതിരെയുള്ള നോട്ടത്തിനൊക്കെ കുറച്ച് കുറവുണ്ടാവുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കുറയുന്നത്? അപ്പോൾ ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഇത് നല്ലൊരു വരുമാന മാർഗമാണ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ പുതിയ തലമുറയിലുള്ള പെൺകുട്ടികളിലോട്ട് എത്തുന്നുണ്ട്. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരുന്നില്ല എന്നാണ് പുറത്തോട്ടുള്ള ചിത്രം, അല്ലേ? അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ അതിൽ നിന്ന് മൂവ് ഓണായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മളെ മക്കൾ കാണുന്നത്. അപ്പോൾ ഇവർ ഇത് വിചാരിക്കുകയാണ് നല്ലൊരു വരുമാന മാർഗമാണ്. പിന്നെ ഇവരെ ഇതാരും തിരിച്ചറിയില്ല. ചില ഇതൊക്കെ കണ്ടിട്ടോ, മാസ്ക് ഒക്കെ ഇട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാരും തിരിച്ചറിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തും ചെയ്യാം. ഇത് വീട്ടുകാരറിയില്ല, സബ്സ്ക്രിപ്ഷൻ ചെയ്തവർ മാത്രമല്ലേ കാണുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരിക്കും നമ്മളെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി വരുന്ന ആളുകൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്ത 100-150 ആളുകൾ മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്നുള്ള രീതിയിലോട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന പെൺകുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോസ് റീപോസ്റ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരുപാട് വെബുകളുണ്ട്, ഒരുപാട് പേജുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ വീഡിയോസ് അവിടെ ഈ 100-150 ആളുകളൊന്നുമല്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് തന്ന് നിങ്ങളെ കാണുന്ന 150 ആളുകളല്ല സത്യത്തിൽ നിങ്ങളെ കാണുന്നത്. അവിടെ നിന്നിട്ടും ഇത് റീഷൂട്ട് ചെയ്യാം, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഒരാൾ പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ വീഡിയോ കാണുക, അയാൾക്കൊരു പക്ഷേ അയാളുടെ 10 ഫ്രണ്ട്സിനൊപ്പം ഇരുത്തിയിട്ട് കാണാം. അതും അല്ലെങ്കിൽ ഈ 10 ഫ്രണ്ട്സിൽ ഒരാൾക്ക് ഇത് ഷൂട്ട് ചെയ്തിട്ട് അയാൾക്കത് മറച്ച് വിൽക്കാം. ഇതിനിപ്പോൾ നമുക്കറിയാം, ടെലഗ്രാമിനൊന്നും ഒരു രീതിക്കുള്ള നിയന്ത്രണവും ഇല്ല. പല രീതിക്കുള്ള ചാനലുകളാണ് ടെലഗ്രാം വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാനൊക്കെ ഈ ടെലഗ്രാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പുതിയ സിനിമകളൊക്കെ കാണാമല്ലോ എന്ന് ഇറങ്ങി ആ ഒരു കുറച്ച് മുന്നേ കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ടെലഗ്രാം ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാനലുകളെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ടെലഗ്രാം വഴി ഏതെങ്കിലും അറിയുന്ന ഫ്രണ്ട്സ് അയച്ചു തരിക എന്നല്ലാണ്ട് അങ്ങനത്തെ ചാനലിലൊന്നും ഇല്ല. അതിനെക്കുറിച്ചിട്ടൊന്നും അറിയാത്ത നോർമൽ ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ടൊന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത്തരത്തിൽ ഒരുപാട് ചാനലുകളുണ്ട്, ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മോശം ചാനലുകളുണ്ടെന്ന്.
ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കുറേ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചതിയിൽപ്പെട്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടികളുടെ അവിടെയെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ലീക്കായി എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ എന്തെങ്കിലും ചതിയായിരിക്കാം. അപ്പോൾ ആ ഒരു ചതി നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറ്റിയാൽ ഒരു പക്ഷേ നാളെ പറയും അല്ലേ, ഇത് അങ്ങനെ ഉള്ളതായിരിക്കും, ഇങ്ങനെ ഉള്ളതായിരിക്കും, ആരും അറിയില്ല എന്ന് വിചാരിക്കും. ഇങ്ങനെ പല രീതിയിലോട്ടുള്ള ടോപ്പിക് വരും. കാരണം ഇത് ഇവർക്ക് സുലഭമായി കിട്ടുകയാണ്. ആരെയും ഇങ്ങനെ കിട്ടുന്ന ഒരു രീതിയിലോട്ട് മാറുമ്പോൾ നാളെ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ഇത് വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചാനലോ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള ചാനൽ കണ്ട് അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തങ്ങ് പൂട്ടിച്ചേക്കണം. മാക്സിമം റിപ്പോർട്ട് ചെയ്യുക, പൂട്ടിക്കാം. അല്ലാതെ ഇനിയിപ്പോൾ നമുക്ക് സത്യത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചാനലുകളൊക്കെ പൂട്ടി ഇവരെന്ത് ചെയ്യും? ഇവർ പേഴ്സണലി വന്നിട്ട് ഈ പറഞ്ഞ മാതിരി വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഏത് രീതിക്കും ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയാൽ ഏത് രീതിക്കും ഇറങ്ങും. എങ്ങനെയും പണം ഉണ്ടാക്കാന്നുള്ള ഇതാണ്. ഓരോ മണിക്കൂറിന് 150 രൂപയൊക്കെ വെച്ചിട്ട് ചെറിയ പെൺകുട്ടീൻ്റെ ഒക്കെ, ഞാൻ കുറച്ച് മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് പോസ്റ്റ് ചെയ്തിടണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് മുന്നേ ചെയ്ത സംഭവമാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യണ്ടെന്നുള്ളൊരു റീതിങ്ക് വന്നു. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അല്ലേ. ഒരു അപകടം ഇതൊക്കെ സെലിബ്രിറ്റികളുടെയൊക്കെ കാണുമ്പോൾ അതിനെ വിമർശിച്ച് 1-2 കമൻ്റൊക്കെ ഇട്ട് മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു മോശം കമൻ്റ് ഇട്ടിട്ട് അതങ്ങ് വിടും, കാരണം അടുത്ത വിഷയം കിട്ടുമല്ലോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് ഇത് പുതിയ തലമുറയിലെ ആളുകൾ ഇതിനെയൊക്കെ മാതൃകയാക്കുന്നുണ്ടെന്ന്. ഇൻഫ്ലുവൻസേഴ്സിന് 2 രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കപ്പെടാം അല്ലേ. അതായത് അവർക്ക് നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും പറ്റും, അതുപോലെ മോശം കാര്യങ്ങളും കാണിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ നല്ല കാര്യത്തിൽ അട്രാക്റ്റ് ആവുന്നതിനേക്കാൾ കൂടുതലായിട്ട് മോശം കാര്യത്തിലോട്ട് അട്രാക്റ്റ് ആവും, അതിലോട്ട് വരാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി പൊതുവേ പുതിയ തലമുറയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള അപകടകരമായുള്ള വഴിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള ചാനലുകൾ കാണുമ്പോൾ പൂട്ടിക്കാം, റിപ്പോർട്ട് ചെയ്യാം, മാക്സിമം റിപ്പോർട്ട് ചെയ്യാം. അത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഹിന്ദി ബിബിയിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടീൻ്റെയൊക്കെ വീഡിയോസ് കണ്ടില്ലേ, നാട്ടുകാരിട്ട് മെയ്യുന്നുണ്ട്, അടിച്ച് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ ബാക്കിലുണ്ട് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ സ്വയം ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇതിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നവരോടുള്ള റിക്വസ്റ്റാണ്, ഇത്തരത്തെ സമൂഹത്തിന് എന്താ പറയുക നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാതിരിക്കുക. വേറെ എന്തൊക്കെ ജോലികളുണ്ട് നമുക്ക്, നമ്മളെ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലോട്ട് മാറാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ.